അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നാണ്. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരുവിടം വരെ പോകാനായിട്ടുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം തുറന്നാലും അതുപോലെ യൂട്യൂബ് തുറന്നാലും നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്ഥലത്ത് മഴയത്ത് ഈ കോട്ടൊക്കെ ഇട്ടിട്ട് എല്ലാവരും ഇങ്ങനെ പോകുന്ന ഇതൊക്കെയാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഞങ്ങളും വിചാരിച്ചു അതുപോലെ ഒന്ന് പോയി നോക്കാം. കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. ശൂലമല, അതുപോലെ ഇല്ലിക്കൽക്കല്ല്, അങ്ങനെ കുറേ സ്ഥലത്തായിട്ട് ആൾക്കാർ പോകുന്നുണ്ട്. ഞങ്ങൾ പോകാനായിട്ട് ഫിക്സ് ആക്കിയ സ്ഥലം എന്ന് പറഞ്ഞാൽ വാൽപ്പാറയാണ്. പക്ഷെ അപ്പോഴാണ് ന്യൂസും കാര്യങ്ങളൊക്കെ വന്നത്, മറ്റേ ടൈഗറിൻ്റെ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് ഞങ്ങളത് ക്യാൻസലാക്കി. പിന്നെ ഉച്ചയ്ക്ക് ഉമ്മച്ചി ഫുഡ് കഴിക്കാനായിട്ട് വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഡിസ്കസ് ചെയ്തിട്ട് ഞങ്ങൾ ശൂലമലയിലേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങോട്ടേക്ക് പോകുന്ന സ്ഥലങ്ങളൊന്നും ഒരു രക്ഷയില്ല, നല്ല ഭംഗിയാണ്. കാരണം ഫുൾ ഉള്ളേരിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ വീടുകളായാലും നല്ല ഭംഗിയാണ്. നല്ലൊരു പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള ഒരു വീടും കാര്യങ്ങളൊക്കെയാണ്. മൊത്തം കാടും മലയും ഒക്കെ നമുക്ക് കണ്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളവിടെ ചെന്നിട്ടുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ. അങ്ങോട്ടേക്ക് പോയപ്പോൾ അധികം മഴയൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മഴയൊന്നും പെയ്തില്ല. അവിടെ ചെന്നപ്പോൾ ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെയാണ് അവിടുത്തെ വ്യൂ എന്ന് പറയുന്നത്. ഇത് ചെറിയൊരു വാട്ടർഫാളാണ്. നമ്മളവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു വലിയ പാറമട കാണും. അതൊക്കെ കഴിഞ്ഞ് പോയിട്ട് വേണം നമ്മൾ മെയിൻ സ്പോട്ടിലിട്ട് എത്താനായിട്ട്. അപ്പോൾ ഇതുപോലത്തെ വഴിയിൽ കൂടെയാണ് നമ്മൾ ആ വാട്ടർഫാളിലേക്ക് എത്താനായിട്ട്. ഇതുപോലത്തെ തന്നെ വഴിയിൽ കൂടെ താഴത്തേക്ക് ഇറങ്ങിപ്പോയിട്ടാണ് നമ്മുടെ മെയിൻ വാട്ടർഫാൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇത് കുറച്ച് ടാസ്ക് ആയിരുന്നു. ഞങ്ങൾ ഉള്ള കല്ലുമ്മേക്കൂടെയും ഒക്കെ പിടിച്ചിട്ടാണ് താഴത്തേക്ക് ഇറങ്ങിപ്പോയത്. അപ്പോൾ ഇത്രയും നേരം വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് ഞാനായിരുന്നു. ഇതുപോലത്തെ വഴിയായതുകൊണ്ട് ഫോണും എല്ലാം മാനേജ് ചെയ്യാൻ എനിക്ക് പറ്റാത്തതുകൊണ്ട് നൗഫിലാണ് വീഡിയോ എടുക്കുന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് നൗഫിൽ പതിയെ ഇറങ്ങി വന്നിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഞാനിവിടെ ഓൺ വോയിസ് ചെയ്യുമ്പോൾ ഇവിടെ നല്ലോണം മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക.
കുറേ നേരം അവിടെ നിന്നു. ആ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ കണ്ട് കുറേ നേരം വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ തിരിച്ചു പോകാൻ നേരത്ത് ചെറുതായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കോട്ടൊക്കെ ഇട്ടിട്ട് സെറ്റായിട്ട് ഞങ്ങൾ നേരെ പോവാണ്. പിന്നെ ഞങ്ങൾക്ക് ഈ സ്പോട്ടിനെ പറ്റി അങ്ങനെ വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ ഒരാൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്തിട്ട് അങ്ങ് പോയതാണ്. അവിടെ ചെന്നപ്പോഴാണ് ഇഷ്ടംപോലെ കുളിക്കാനായിട്ടും വെള്ളത്തിലിറങ്ങാനൊക്കെ ആയിട്ട് തന്നെ കുറേ ആൾക്കാർ വരുന്നുണ്ട്. പിന്നെന്ത് ചെയ്യാൻ, എക്സ്ട്രാ ഡ്രസ്സൊന്നും എടുക്കാത്തതുകൊണ്ട് ഞങ്ങൾ കുറേ നേരം വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങ് പോകുന്നു. ഞങ്ങൾ വിചാരിച്ചു ഇറങ്ങാനായിരിക്കും പാടുന്നത്, പക്ഷെ അതല്ല, കയറാനും നല്ല പാടുണ്ടായിരുന്നു. കാരണം അത്ര കുത്തനെ ഇറക്കാണ് ഞങ്ങൾ ഇറങ്ങിയത്, അതുപോലെ തന്നെ കയറുകയും ചെയ്യണമല്ലോ. അപ്പം കയറി വന്നപ്പോൾ നല്ലോണം തളർന്നു അണച്ചുകൊണ്ടാണ് കയറി വന്നത്. പിന്നെ ഇതീ കാണിച്ചിരുന്നതൊക്കെ അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ ആട്ടോ, ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. നമുക്ക് ഈ ഡേ മാറ്റി വെച്ചത് നല്ല ഇതായെന്ന് തോന്നി. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. ഞങ്ങൾ നടന്ന് മുകളിലോട്ട് കയറി വന്നപ്പോഴാണ് ഞങ്ങൾ താഴത്ത് നിന്ന് ആ വാട്ടർഫാളിൻ്റെ ആ സ്പോട്ടില്ലേ അത് കാണുന്നത്. മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ചെറിയ അതിൻ്റെ ഒരു ഭാഗം കാണാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഇതിൻ്റെ ഇടയിൽ കൂടെ കുറേ ആൾക്കാർ അവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ പോയത് ഫുഡ് കഴിക്കാനായിട്ടാണ്. ഞാനൊരു സിംഗർ ബർഗറും നൗഫലും അങ്ങനത്തെ എന്തോ സിംഗർ ബർഗർ ഐറ്റം മോഡലെന്താണെന്നും തോന്നുന്നു ഓർഡർ ചെയ്തത്. പിന്നെ ഡ്രിങ്ക്സിൽ ഞാനൊരു കിറ്റ്കാറ്റ് ഷേക്കും നൗഫലൊരു മൊജിറ്റോയാണ് ഓർഡർ ചെയ്തത്. ഞങ്ങൾ ഓർഡർ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് വരാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇന്നത്തെ ഡേ ഇങ്ങനെയൊക്കെയായിരുന്നു, ചെറിയൊരു ഡേ ഔട്ടിംഗ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.